മഹാനായ സ്വഹാബി അബൂ ദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു, ഈ സ്വഹാബിൻ്റെ അഭിപ്രായ പ്രകാരം അന്നുള്ള ചെലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന സമ്പത്ത് മുഴുവനും അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഭിപ്രായ വ്യത്യാസങ്ങളിൽ മുൻഗാമികളുടെ നിലപാട് എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാര്യങ്ങൾ യഥാവിധി പറയാനും പറയുന്ന കാര്യങ്ങളിലെ ഗുണപാഠങ്ങൾ ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുവാനും റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് അൽ ബസീറ എന്നുള്ളതാണ്, അഥവാ ഉൾക്കാഴ്ച ലഭിക്കുന്നത്. നമുക്ക് പല വിഷയങ്ങളിലും ഉൾക്കാഴ്ച ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാക്കി അള്ളാഹു ഇതിനെ മാറ്റുമാറാകട്ടെ. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട്, വിവാഹ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട്, സൗഹൃദങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അത് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. സാധാരണ ആളുകൾ പറയുന്നൊരു വിഷയമാണ്, ഫിഖ്ഹിൻ്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ മേഖലയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫിഖ്ഹിൻ്റെ അധിക വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത വിഷയങ്ങളും ഫിഖ്ഹി മേഖലകളിലുണ്ട്. അത് ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ എന്നോട് ആവശ്യപ്പെട്ട വിഷയം മുൻഗാമികളായ ആളുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ കുറിച്ചിട്ടാണ്. വലിയൊരു വിഷയമാണ്, ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത് വലിയൊരു വിഷയമാണ്. ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ഹഫിളഹുല്ലാഹ് ഉസ്താദ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയ ഒരു സംസാരത്തിലേക്ക് കടക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, തമത്തഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് തമത്തുവായി കൊണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം 3 രൂപത്തിലാണ് ഹജ്ജ് ഉള്ളത്, ഖിറാന്, ഇഫ്രാദ്, തമത്തു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമത്തുവായിക്കൊണ്ട്, അഥവാ ആദ്യം ഉംറ ചെയ്ത് പിന്നെ ഹജ്ജ് ചെയ്യുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന വ്യക്തി അതിനെക്കുറിച്ച് പറയാണ്, നഹാ അബൂബക്കരിൻ വ ഉമറ, അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും തമത്തുവായിക്കൊണ്ട് ഒരാൾ ഹജ്ജ് ചെയ്യുന്നതിനെ നിഷേധിച്ചിട്ടുണ്ട്, അതിനെ വിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അഖൂലു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറയുന്നു അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ ചെയ്തിട്ടുണ്ട് എന്ന്. നിങ്ങൾ പറയുന്നു അബൂബക്കറും ഉമറും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആകാശത്ത് നിന്ന്
ചരൽ മഴ വർഷിക്കാൻ സമയമായിട്ടുണ്ട് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പം തമത്വമായിക്കൊണ്ട് ഹജ്ജ് ചെയ്യുന്ന വിഷയത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം ആയിരുന്നില്ല മറ്റുള്ള സ്വഹാബത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അവർക്കിടയിൽ എന്തുണ്ടായിട്ടുണ്ട്? അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ രണ്ടാമത്തെ ഒരു സന്ദർഭം നോക്കുകയാണെങ്കിൽ മഹാനായ സ്വഹാബി അബൂ ദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു, ഈ സ്വഹാബിൻ്റെ അഭിപ്രായ പ്രകാരം അന്നാന്നുള്ള ചെലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന സമ്പത്ത് മുഴുവനും സ്വതക്ക ചെയ്യണം എന്നുള്ളതാണ്. അഥവാ നമ്മൾ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വരെ ജോലി ചെയ്തു, ആ ജോലി ചെയ്ത് അന്ന് കിട്ടുന്ന പണം കൊണ്ട് അന്നത്തെ ചെലവ് നമ്മൾ കഴിഞ്ഞു. എന്നിട്ട് അതിൽ ബാക്കി വരുന്ന പണം എന്ത് ചെയ്യണം? പിറ്റേ ദിവസത്തേക്ക് എടുത്തു വെക്കാൻ പാടില്ല. അബൂ ദർ ഗഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് സ്വതക്ക ചെയ്യണം. ഇല്ലെങ്കിൽ അയാൾക്ക് ജാഹിലി മരണമാണ് ഉണ്ടാവുക എന്ന അഭിപ്രായമാണ് ആർക്ക്? അബൂ ദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല, ആളുകൾക്കിടയിൽ അത് പ്രയാസം ഉണ്ടാകും. അപ്പോൾ അബൂ ദർ ഗഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കത് പറയാതിരിക്കാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും താമസിക്കുന്ന ഭാഗത്ത് നിന്ന് ഞാൻ താമസം മാറ്റിയാണ്. എന്നിട്ട് അദ്ദേഹം റമളാ കുന്നുകളിലേക്ക് താമസം മാറ്റി എന്നുള്ളതാണ്. ഇവിടെ അബൂ ദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം എന്താണ്? അന്നുള്ള ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ള സമ്പത്ത് മുഴുവനും സ്വതക്ക ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ബാക്കിയുള്ള സ്വഹാബത്തിന് ആ അഭിപ്രായമായിരുന്നില്ല. ഈ വിഷയത്തിൽ അവർക്കിടയിൽ എന്തുണ്ട്? ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു സന്ദർഭം, ഞാൻ ഏകദേശം ഒരു 5ഓളം വിഷയങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ സന്ദർഭം, ഒരാൾ ഹജ്ജ് കഴിഞ്ഞ് മക്ക വിടുന്നതിന് മുമ്പായിക്കൊണ്ട് തവാഫ് ചെയ്യണം, വിദാഇൻ്റെ തവാഫ് ചെയ്യണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹൈലുള്ള നിഫാസുള്ള സ്ത്രീകളും എന്ത് വേണം? വിദാഇൻ്റെ തവാഫ് ചെയ്യണം. എന്നിട്ട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് പോയ സ്ത്രീകളെ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് വിദാഇൻ്റെ തവാഫ് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹൈലുള്ള നിഫാസുള്ള സ്ത്രീകൾക്ക് എന്ത് വേണ്ട? വിദാഇൻ്റെ തവാഫ് നിർബന്ധമല്ല എന്ന രൂപത്തിൽ പറഞ്ഞു. ഇവിടെ ആ വിഷയത്തിൽ എന്തുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും തമ്മിൽ അതൊക്കെ പറയണത് എന്തിനാണ്? അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് നമുക്കിടയിൽ മാത്രമുള്ള വിഷയമല്ല, മുൻഗാമികളായ ആളുകൾക്കിടയിലൊക്കെ എന്തുണ്ടായിട്ടുണ്ട്? അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നാലാമത്തെ സന്ദർഭം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ പല പുതുമുസ്ലിങ്ങളായ ആളുകളും പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി മരണപ്പെട്ടില്ലേ, ഇനി സക്കാത്ത് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. സക്കാത്ത് എന്ത് ചെയ്യില്ല, ഇനി ഞങ്ങൾ തരൂല. അപ്പോൾ സക്കാത്ത് തരില്ല എന്ന രൂപത്തിൽ പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അവരുമായി കൊണ്ട് യുദ്ധം ചെയ്യും. എപ്പോഴാണോ സക്കാത്ത് തരുന്നത് അതുവരെ ഞാൻ അവരുമായി യുദ്ധം ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അവരുമായി കൊണ്ട് യുദ്ധം ചെയ്യുക? നിങ്ങൾ അവരുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുക? കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളുകളാണ്. ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ്റെ ധനവും ജീവനും പവിത്രമാണ്, പിന്നെ അത് അന്യായമായി കൊണ്ട് അപഹരിക്കാൻ പാടില്ല. അപ്പം മുസ്ലിങ്ങളായ ആളുകളാണ് അവർ സക്കാത്ത് തരുന്നില്ല എന്ന് മാത്രം പറയുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരെ വധിക്കുക? ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്. ആരാണോ നിസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വേർതിരിവ് കൽപ്പിക്കുന്നത് അവനുമായി ഞാൻ യുദ്ധം ചെയ്യുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ സക്കാത്ത് കൊടുക്കാത്ത ആളുകളുമായി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ അഭിപ്രായമല്ല ആർക്കുണ്ടായത്? ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ടായത്. അവർക്ക് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴും തൻ്റെ എതിരഭിപ്രായമുള്ള ആളെ മാനിച്ചിട്ടുണ്ട്. ആ രൂപത്തിലായിരുന്നു മുൻഗാമികളുടെ പ്രവർത്തനങ്ങൾ. അഞ്ചാമത് ഗർഭിണികളായ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ മരണപ്പെട്ടാൽ അവരെത്ര കാലമാണ് ഇദ്ദ ഇരിക്കേണ്ടത്? ഇഖ്തിലാഫുള്ള വിഷയമാണ്. ഒരു പെണ്ണ് ഗർഭിണിയാണ്, ശരിക്കും ശ്രദ്ധിക്കണേ, ഒരു പെണ്ണ് ഗർഭിണിയാണ്, അവളുടെ ഭർത്താവ് മരണപ്പെട്ടു. അപ്പോൾ അവൾ എത്ര കാലം വരെ ഇദ്ദ ഇരിക്കണം? സ്വഹാബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളുടെ അഭിപ്രായം എന്താണെന്നറിയോ? ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ
അവളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ അവരുടെ ഇദ്ദാ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവളുടെ ഭർത്താവ് മരണപ്പെട്ട് അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എപ്പോഴാണോ അവൾ പ്രസവിക്കുന്നത് അതോടുകൂടി അവളുടെ ഇദ്ദാകാലം കഴിഞ്ഞു. ഈ ഭർത്താവ് മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് അവൾ പ്രസവിച്ചാൽ അവരുടെ ഇദ്ദ കഴിഞ്ഞു. ഇതാണ് ആരുടെ അഭിപ്രായം? ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളുടെ അഭിപ്രായം. എന്നാൽ അലി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളുടെ അഭിപ്രായം എന്താണ്? അവർ പറഞ്ഞു 2 കാലാവധികളിൽ, അഥവാ ഒന്ന് ആ പെണ്ണിൻ്റെ പ്രസവം, 2 ഒന്നല്ലെങ്കിൽ ആ പെണ്ണ് 4 മാസവും 10 ദിവസവും ഇരിക്കണം. ഈ 2 കാലാവധികളിൽ ഏതാണ് കൂടുതൽ ദൈർഘ്യമുള്ളത് അതിനെയാണ് പരിഗണിക്കേണ്ടത്. അഥവാ ഭർത്താവ് മരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു പെണ്ണ് പ്രസവിച്ചു, അവളുടെ ഭർത്താവും 8ാമത്തെ മാസത്തിലാണ് പ്രസവിക്കണമെന്ന് വിചാരിക്കുക. ഒരു 2 മാസം കഴിഞ്ഞേക്ക് തന്നെ ഭാര്യ പ്രസവിച്ചു. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായ പ്രകാരം ആ പെണ്ണിൻ്റെ ഇദ്ദാകാലം കഴിഞ്ഞിട്ടില്ല. അവർ പറയണത് ഏതാണ്? 4 മാസവും 10 ദിവസം. ഈ 2 കാലഘട്ടത്തിൽ ഏറ്റവും ദൈർഘ്യം കൂടുതലുള്ളത് ഏതാണോ അതാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ജനാപത്തുകാരായ ആളുകൾ അവർ എപ്പോഴാണ് കുളിക്കണമെങ്കിൽ കുളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്വഹാബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എപ്പോഴാണോ വെള്ളം കിട്ടുന്നത് അപ്പോഴാണ് അവർ കുളിക്കേണ്ടത്. അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തയമ്മം ചെയ്താൽ തന്നെ അവർക്ക് നിസ്കരിക്കാവുന്നതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്വഹാബിമാർക്കിടയിൽ തന്നെ എന്തുണ്ട്? പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തർക്ക വിഷയങ്ങളിൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ? 2 പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തർക്ക വിഷയങ്ങളിൽ അല്ലെങ്കിൽ മസ്അലകളെ ഉലമാക്കളായ ആളുകൾ 2 ആയിക്കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഖിലാഫി ആയിക്കൊണ്ടുള്ള മസ്അലകൾ, 2 ഇജ്തിഹാദി ആയിട്ടുള്ള മസ്അലകൾ. എന്താ ഇജ്തിഹാദി ആയിട്ടുള്ള മസ്അലകൾ എന്ന് പറഞ്ഞാൽ ഗണ്യതമായിക്കൊണ്ട് തെളിവ് വരാത്തതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ വ്യക്തമായിക്കൊണ്ട് പ്രമാണം വരാത്തതിനെയാണ് ഇജ്തിഹാദി ആയിക്കൊണ്ട് ഗവേഷണപരമായിട്ടുള്ള മസ്അല എന്ന് പറയാം. അപ്പം അതിന് ഉദാഹരണം പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ വ്യക്തമായിക്കൊണ്ട് ഫോട്ടോ എടുക്കണം നിഷിദ്ധമാണ്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് വന്നിട്ടില്ല? ഖുർആനിൻ്റെ ആയത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസോ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഒരു ഇജ്തിഹാദി ആയിട്ടുള്ള മസ്അലയാണ്. എന്നാൽ ഖിലാഫി ആയിട്ടുള്ള മസ്അല എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിനോടും ഹദീസിനോടും ഇജ്മാഇനോടും വ്യക്തമായ നിലയിൽ എതിരാകുന്ന വിഷയം. ഖുർആനിനോടും ഹദീസിനോടും ഇജ്മാഇനോടും വ്യക്തമായ നിലയിൽ എതിരാകുന്ന വിഷയമാണ് ഖിലാഫി ആയിട്ടുള്ള മസ്അലകൾ എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ത്വാഹയുടെ 5ാമത്തെ ആയത്തിൽ പറഞ്ഞു അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അള്ളാഹു അർശിൻ്റെ മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. ഒരാൾ പറയാണ് അള്ളാഹു എല്ലാ ഭാഗത്തും ഉണ്ട് എന്ന് വാദിച്ചാലോ അത് വ്യക്തമായി കൊണ്ടുവന്ന ദലീലിന് എതിരെ നിൽക്കലാണ്, അത് ഖിലാഫിയായ മസ്അലയാണ്. അപ്പോൾ അത്തരം വിഷയം അതേപോലെ തന്നെ ഇപ്പോൾ 2ാമതായിക്കൊണ്ട് ഒരാൾ പറയാണ് ആഹാദായ ഹദീസുകൾ ഞാൻ സ്വീകരിക്കൂല. ഹദീസുകളുടെ കൂട്ടത്തിൽ മുതവാത്തിറായ ഹദീസുകളുണ്ട്, ഖബറാഹാദായ ഹദീസുകളുണ്ട്. ഒരു മനുഷ്യൻ പറയാണ് ഞാൻ ആഹാദായ ഹദീസുകൾ സ്വീകരിക്കൂല എന്ന് വാദിച്ചാലോ അത് വ്യക്തമായിക്കൊണ്ട് ഖുർആനിനോടും ഹദീസിനോടും ഇജ്മാഇനോടും എതിര് നിൽക്കലാണ്. അപ്പോൾ ഇവിടെ ഇജ്തിഹാദി ആയിട്ടുള്ള മസ്അലകളിൽ പരസ്പരം തബ്ദീഇ ചെയ്യാൻ പാടില്ല. ഇന്ന ആൾ ബിദഈ കക്ഷിയാണ്, ആ ടീം ബിദഅത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് ഇജ്തിഹാദി ആയിട്ടുള്ള മസ്അലകളിൽ തബ്ദീഇ ചെയ്യാൻ പാടില്ല. എന്നാൽ ഉലമാക്കൾ പറഞ്ഞു ഖിലാഫി ആയിട്ടുള്ള മസ്അലകളിൽ എന്ത് ചെയ്യാം? തബ്ദീഇ ചെയ്യാം. പക്ഷെ തബ്ദീഇ ചെയ്യുമ്പോൾ അവിടെ ഇന്നാലിൻ്റെ വിഭാഗം ബിദഈകളാണെന്ന് പറയുമ്പോഴും 2 നിബന്ധനകളുണ്ട്. എന്തൊക്കെയാണ് 2 നിബന്ധനകൾ? 1ാമത്തെ നിബന്ധന അസ്ലിൽ തന്നെ എതിരാകുന്ന ആളുകളാകണം. അഥവാ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടിസ്ഥാനത്തിൽ തന്നെ എതിര് നിൽക്കുന്ന ആളുകളാകണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ഒരാൾ എതിർക്കുകയാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ എന്ത് ചെയ്യുക? ഒരാൾ എതിർക്കുക എങ്കിൽ അയാൾ അസ്ലിൽ തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അംഗീകരിക്കുന്ന ആളുകളാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകൾ. അപ്പം അങ്ങനെ അസ്ലിൽ തന്നെ എതിർക്കുന്ന ആളുകളാണെങ്കിൽ അവരെ എന്ത് പറയാൻ പാടുള്ളൂ? തബ്ദീഇ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ 2ാമതായിക്കൊണ്ട് അഹ്ലുസുന്നയുടെയും അഹ്ലുൽ ബിദഅയും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അഹ്ലുൽ ബിദഅയുടെ ആളുകളുടെ അഭിപ്രായം ഒരാൾ സ്വീകരിച്ചാൽ
അഹ്ലു സുന്നയും അഹ്ലുൽ ബിദയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അഹ്ലുൽ ബിദയുടെ അഭിപ്രായങ്ങൾ ഒരാൾ സ്വീകരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നുസൂൽ, അള്ളാഹുവിൻ്റെ ഇറക്കം, ഇതിൽ അഹ്ലു സുന്നയും അഹ്ലുൽ ബിദയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ എന്ത് ചെയ്യുക, അഹ്ലു സുന്നൻ്റെ അഭിപ്രായം സ്വീകരിക്കാതെ അഹ്ലുൽ ബിദൻ്റെ അഭിപ്രായം സ്വീകരിച്ചാലോ അവനെ ആ വിഭാഗത്തെ തബ്ദീ ചെയ്യാം. പക്ഷെ നമ്മൾ ഒരാളെ പോയിട്ട് നീ ബിദഈ കക്ഷിയാണ്, നീ ബിദഅത്തിൻ്റെ ആളാണെന്ന് പറയാൻ പോകണ്ട. അത്തരം ആളുകളെയാണ് ഉലമാക്കളായ ആളുകൾ തബ്ദീ ചെയ്യുക. അതല്ലാതെ ഇജ്തിഹാദ്, നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇജ്തിഹാദി ആയിട്ടുള്ള മസ്അലകളിലാണ് ഇന്ന് പരസ്പരം എന്ത് ചെയ്യണത്, തബ്ദീ നടത്തുന്നത്. ബിദഈകളാണെന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ ആളുകൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുന്നത് നമ്മൾ വളരെ ഗൗരവത്തിലാണ് ആലോചിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 24-ാം വാള്യം 172-ാമത്തെ പേജിൽ പറഞ്ഞ ഒരു മനോഹരമായൊരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയാണ്, വകാനു ഐ അസ്വഹാബത്തു വൽ ഉലമാ, അഥവാ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരും ഉലമാക്കളായ ആളുകളും യതനാദറൂന ഫിൽ മസ്അലത്തി മുനാദറതൻ മുശാവറതൻ വ മുനാസഹ, അഥവാ അവർക്കിടയിലും നസീഹത്തോട് കൂടിയിട്ടുള്ള സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. സ്വഹാബിമാർക്കിടയിലും ഉലമാക്കളായ ആളുകൾക്കിടയിലും നസീഹത്തോട് കൂടിയിട്ടുള്ള ഗുണകാംശപരമായിട്ടുള്ള സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഏതൊക്കെ വിഷയത്തിൽ? വറുബ്ബമാ ഇഖ്തലഫ ഖൗലുഹും ഫിൽ മസ്അലത്തി ഇൽമിയ്യത്തി വൽ അമലിയ്യത്തി, വിശ്വാസപരമായ കാര്യങ്ങളിലും കർമ്മപരമായ വിഷയങ്ങളിലൊക്കെ അവർക്കിടയിലും എന്തുണ്ടായിട്ടുണ്ട്? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ ശ്രദ്ധിച്ച വിഷയം എന്താണ്? മഅൽ ബഖാഇൽ ഉൽഫത്തി വൽ ഇസ്മതി വൽ ഉഖുവത്തി, പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും സാഹോദര്യത്തോടു കൂടിയിട്ടായിരുന്നു അവർ സംവാദങ്ങൾ നടത്തിയത്. അതല്ലാതെ മറ്റേ നമ്മളുമായി കൊണ്ട് സംസാരിക്കാൻ വരുന്ന ആളെ വ്യക്തിപരമായി കൊണ്ട് ആക്ഷേപിക്കുക, അയാളുടെ കൂട്ടായ്മയെ ആക്ഷേപിക്കുക, അത് ഉലമാക്കളായ ആളുകളുടെ രീതിയല്ല. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയാണ്, ഇസ്രാ മിഅ്റാജ് യാത്രയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാനെ കണ്ടിട്ടുണ്ട് എന്ന വാദമാണ് ആർക്ക്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഈ വാദത്തെ ശക്തമായി കൊണ്ട് എതിർക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോ ആയിഷ റളിയല്ലാഹു അൻഹു അവർ തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല? പരസ്പരം ആക്ഷേപിച്ചിട്ടില്ല. അപ്പം നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും ഇജ്തിഹാദി ആയിട്ടുള്ള മസ്അലകളിൽ പരസ്പരം തബ്ദീ ചെയ്യുക, മുബ്തദി എന്ന് പറയുക വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരാളെ അയാൾ ബിദ്ഈ കക്ഷിയാണ്, അയാൾ മുബ്തദിയാണെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വളരെ ഗൗരവത്തിലാണ് ഇത്തരം വിഷയങ്ങളെ ആലോചിക്കേണ്ടത്. ഇന്നാലിന്ന ആളുകൾ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താണ്, അവർ അഹ്ലുസുന്നയിൽ നിന്ന് അകത്താണ്. നമ്മൾ ഒരാളെയും അകത്താക്കാനും പുറത്താക്കാനും നിൽക്കണ്ട. നമ്മൾ അഹ്ലുസുന്നൻ്റെ ഉള്ളിലാണോ എന്ന് ആലോചിച്ചാൽ മതി. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ അശൈബാനി റഹ്മഹുല്ലാഹ് പറയാണ്, അദ്ദേഹം വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്ന ഹലാല് ഹറാമ് എന്ന് പറഞ്ഞ വിഷയങ്ങളിലല്ലാതെ അദ്ദേഹം ഹലാല് ഹറാം എന്ന് പറയില്ല. കാരണം പേടിയാണ്. വിശുദ്ധ ഖുർആനിൽ ഹലാല് എന്ന് പറഞ്ഞ വിഷയങ്ങൾ മാത്രമാണ് അദ്ദേഹം ഹലാല് പറയുള്ളൂ. പ്രവാചകന്റെ ഹദീസിൽ ഹറാമ് എന്ന് പറഞ്ഞ വിഷയങ്ങൾ മാത്രമേ അദ്ദേഹം ഹറാം എന്ന് പറയുള്ളൂ. കാരണം പേടിയാണ്. അവരൊക്കെ അത്രത്തോളം സൂക്ഷ്മത കാണിച്ചിട്ടുണ്ടെങ്കിൽ ദീനിൻ്റെ ബാലപാഠം പോലും ഇല്ലാത്ത നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ഈ വിഷയത്തിൽ ഗൗരവം കാണിക്കണം എന്നുള്ളത് ആലോചിക്കുക. അതുകൊണ്ട് പരസ്പരം ചേരി തിരിയാതെ വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായി കൊണ്ട് പഠിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഞാനിന്ന് സൂചിപ്പിച്ച വിഷയം മുൻഗാമികളായ ആളുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ അവർ സ്വീകരിച്ച നിലപാട് എന്ത് എന്നുള്ളതാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുവാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ونجني ثمارا تغذي الخيال فسرنا سويا على طاعة لنلقى رضا الله في كل حال.